നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. വാഹന അപകടങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട നിരവധി താരങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ വേർപാട് ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. 2023 ജൂൺ 5-നായിരുന്നു തൃശൂരിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ സുധി മരണപ്പെടുന്നത്. കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴായിരുന്നു സുധിക്ക് അപകടമുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ലൈംലൈറ്റിൽ നിറസാന്നിധ്യമായതോടെയാണ് രേണു സുധിയെ തേടി വിവാദങ്ങളും വരുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു എന്ന പേര് കൂടുതലും ചർച്ചയായി തുടങ്ങിയത്. തൊഴിലില്ലാത്ത രേണു 2 മക്കളെ ഭർത്താവില്ലാതെ എങ്ങനെ പോറ്റും എന്നതായിരുന്നു ആളുകളുടെ ആശങ്ക. മാത്രമല്ല, ആ സമയത്ത് വാടക വീട്ടിലുമായിരുന്നു താമസം. അങ്ങനെയാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകുന്നത്. ഉപജീവന മാർഗമായി രേണു ഇപ്പോൾ അഭിനയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഭിനയം തന്നെയാണ് രേണുവും പ്രൊഫഷനായി സ്വീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ജനപിന്തുണയുണ്ടായിരുന്നുവെങ്കിലും ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ വിമർശനം വന്നു തുടങ്ങി. മ്യൂസിക് വീഡിയോ, ഷോർട്ട് ഫിലിം, സിനിമ എന്നിവയിലാണ് രേണു സജീവം. റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരിൽ ചിലർ രേണുവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അധിക്ഷേപങ്ങൾ കടുത്തതോടെ രേണു പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം മറികടന്ന് രേണു മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോഴിതാ തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ച യൂട്യൂബർക്കെതിരെ സംസാരിക്കുകയാണ് രേണു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. എടാ അതുലേ, ഞാൻ ഇതൊന്നും കാണുന്നില്ല. എന്റെ കുടുംബക്കാരെയും കൂടി വലിച്ചെഴിച്ചപ്പോഴാണ് പ്രതികരിച്ചത്. എനിക്ക് 2ാമത്തെ പ്രസവം എന്ന് വരെ പറഞ്ഞു. ഞാൻ ഒന്നേ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് എനിക്കും എന്റെ വീട്ടുകാർക്കും അറിയാം. പിന്നെ ഇവൻ എന്റെ 2ാമത്തെ പ്രസവം എന്ന് പറയുന്നു. ഇവന് നാണമുണ്ടോ? ഒരു സ്ത്രീയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ എന്റെ ശരീരത്തെ പറ്റി ഇവനാണോ അറിയുന്നത്? ഒരു ഫോണും കോലും ഉണ്ടെങ്കിൽ ഇവൻ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കേസ് എടുക്കേണ്ട. സ്ത്രീത്വത്തെ അപമാനിച്ച് തന്നെയാണ് അവൻ സംസാരിച്ചത്. കേസിനെ കുറിച്ച് താൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ലെന്നും രേണു സുധി വ്യക്തമാക്കി. അതിലല്ലാതെ വേറെ വ്ലോഗർമാരും ചെയ്യുന്നുണ്ട്. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അവർ ചെയ്യട്ടെ. ഇതൊരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും CBI അന്വേഷണം പോലെ അങ്ങ് നടക്കുകയാണ്. ഞാൻ പണ്ട് താമസിച്ചിടത്ത് ചെന്ന് അന്വേഷിക്കുക, കുറെ പെണ്ണുങ്ങളുടെ വോയിസ് ഇടുക. ഇതൊക്കെ കേട്ട് രേണു സുധി തളർന്നു പോയെന്നാണോ വിചാരം? രേണു സുധി ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കണ്ട് പേടിക്കില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ നിർത്തുമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ നിർത്തില്ല. എനിക്ക് മുൻപ് ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുൻപ് പറഞ്ഞതാണ്. ആ ലൈഫിനെ പറ്റി ഡീറ്റെയിൽ ആയി പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അവർ അവരുടെ ഫാമിലിയായി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുകയാണ്. പിന്നെ ആർക്കാണ് ഇത്ര ആവശ്യമെന്നും രേണു ചോദിക്കുന്നു. രേണു കൊല്ലം സുധിക്ക് മുൻപ് മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. തനിക്കൊരു കഴിഞ്ഞ കാലമുണ്ടെന്ന് രേണു സമ്മതിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് നേരത്തെ സംസാരിക്കാതിരുന്നതിന് കാരണമുണ്ടെന്നും രേണു പറയുന്നു. സുധിച്ചേട്ടനാണ് ഇത് പറയേണ്ടെന്ന് പറഞ്ഞത്. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാണ് ഞാൻ. കഴുത്തിൽ മിന്നുകെട്ടാത്ത കല്യാണമായിരുന്നല്ലോ. രജിസ്റ്റർ മാരേജുമല്ല, ജീവിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് അത് പറയുന്നത്? നമുക്ക് നമ്മുടെ കാര്യം പറയാമെന്നാണ് സുധിച്ചേട്ടൻ പറഞ്ഞത്. എന്റെ ഭർത്താവിനെ മാനിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ മരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ എന്നും രേണു സുധി പറഞ്ഞു. അഭിനയ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. വിവാദങ്ങൾക്കിടയിലും രേണു സുധി. കുറ്റപ്പെടുത്തുന്നവർ താൻ വീട്ടിലിരുന്നാൽ സഹായിക്കാൻ വരില്ലെന്ന് രേണു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം രേണുവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാക്കിയതോടെ തനിക്കും കുടുംബത്തിനും എതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുന്ന യൂട്യൂബറായ അതുൽ വ്ലോഗിന് എതിരെ ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ രേണു പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിക്കാരായ തനിക്കും കുടുംബത്തിനും നീതി കിട്ടുന്നില്ല എന്നും തങ്ങളോടാണ് പോലീസ് മോശമായി പെരുമാറിയത് എന്നും ഇന്ത്യൻ സിനിമ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണു പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നുവെന്നത് സുധിച്ചേട്ടൻ അറിയാം. പിന്നെ എന്തിനാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുന്നത്? എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സുധിച്ചേട്ടനും മോനും എല്ലാം അറിയാം. ഇതിന് മാത്രം ഞാൻ എന്താണ് ചെയ്തത്? കാപ്പകുത്തിയ പ്രതിയാണോ ഞാൻ? എന്തിനാണ് എന്റെ പിറകെ നടക്കുന്നത്? അതിൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. എന്റെ കുടുംബ ചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ഞാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്നെ പറയുന്നവരെല്ലാം ഭയങ്കര ആൾക്കാരാണോ? ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പിറകെ CBI പോലെ നടക്കാൻ? ഇന്ന് അതുൽ സ്റ്റേഷനിൽ വരേണ്ടതാണ്, പക്ഷെ വന്നിട്ടില്ല. അവൻ ഞങ്ങളോട് ചെയ്തത് തെറ്റല്ലെന്നാണ് പോലീസ് പറയുന്നത്. അവൻ ചെയ്തതൊന്നും വൾഗർ അല്ലെന്നാണ് പോലീസ് പറയുന്നത്. അവൻ ഞങ്ങളോട് ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് ഇനി എന്ത് വന്നാലും കേസ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് രേണു പറഞ്ഞത്. വിഷയത്തിൽ യൂട്യൂബറും പ്രതികരിച്ചെത്തിയിട്ടുണ്ട്. ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ആ സ്റ്റേഷനിലെ പോലീസുകാർ അടിപൊളിയാണ്. അവർ എന്റെ ഭാഗം കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി. രേണു വന്നിരുന്നില്ല, പകരം അച്ഛനാണ് വന്നത്. എന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല. രേണുവിന്റെ
അച്ഛൻ ഷോ ഓഫ് ആയിരുന്നു. CIയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി. കോടികൾ തിരുമറി നടത്തിയ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായി രേണുവിന്റെ അച്ഛൻ പ്രവർത്തിച്ച കാര്യവും ഹിന്ദുവായ സുധിയെ വ്യാജ ബിഷപ്പ് സെമിത്തേരിയിൽ അടക്കിയ കാര്യവും അടക്കം എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. രേണുവിനെയോ കുടുംബത്തെയോ മോശമായി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും മനസ്സിലാക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല രേണുവിന്റെ അച്ഛൻ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പോലീസിന് വീഡിയോകൾ കണ്ടപ്പോൾ മനസ്സിലായി. മറ്റാരൊക്കെയോ ചെയ്ത വീഡിയോകൾ കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാനും രേണുവിന്റെ അച്ഛൻ ശ്രമിച്ചു. അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ കണ്ട് പോലീസുകാർക്കും എല്ലാം മനസ്സിലായി. വ്യാജ പരാതിയും കള്ളക്കേസുമായി മെക്കിട്ട് കയറാനുള്ള പരിപാടിയിലായിരുന്നു രേണുവും കുടുംബവും. ഞാൻ രേണുവിനെ ബോഡി ഷെയിം ചെയ്തിട്ടുമില്ല. അവർ പറയുന്നതിലൊന്നും കഴമ്പില്ലായിരുന്നു. വ്യാജ ബിഷപ്പിന്റെ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതുകൊണ്ടാണ് രേണുവും കുടുംബവും എന്റെ വായടപ്പിക്കാൻ നോക്കിയത്. ബിഷപ്പിന്റെ കേസിൽ രേണുവിനും കുടുംബത്തിനും പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബിഷപ്പുമായി ഇവർക്കുള്ള ബന്ധത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. പരാതിക്കാരിയായ രേണു വന്നിരുന്നില്ല. എന്റെ സകല വീഡിയോകളും CI നോക്കി. ഒന്നും ഏൽക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എന്നെയും എന്റെ മോളെയും അതുൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന വിക്ടിം കാർഡാണ് രേണുവിന്റെ അച്ഛൻ ഇറക്കിയതെന്നും അതുൽ പറഞ്ഞു. അതേസമയം സുധിയുടെ പഴയൊരു അഭിമുഖവും അതിൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കോവിഡ് കാലത്ത് ചില സാമ്പത്തിക ബാധ്യതകൾ സുധിയെ അലട്ടിയിരുന്നു. അന്ന് നൽകിയ അഭിമുഖമാണ് വൈറലാകുന്നത്. ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ്, പക്ഷെ എനിക്കിപ്പോൾ അത് പറഞ്ഞേ പറ്റൂ. വൈഫിന് മെന്റലി ഡിപ്രഷൻ ഉണ്ട്. രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയതാണെന്ന് സുധി പറഞ്ഞത്. സുധി അങ്ങനെ പറഞ്ഞുവെങ്കിൽ രേണുവിന് വേറെയും മക്കളുണ്ടെന്നല്ലേ അതിനർത്ഥമെന്നാണ് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർ അതുൽ പ്രതികരിച്ച് ചോദിച്ചത്. എന്നാൽ താൻ ഇതുവരെ ഒരിക്കൽ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്നും തനിക്ക് പിറന്ന മകൻ 1ാം ക്ലാസ്സുകാരനായ ഋതുലാണെന്നുമാണ് രേണു പറയാറുള്ളതെന്നും അതുൽ പുതിയ വീഡിയോയിൽ പറഞ്ഞു. സുധിച്ചേട്ടൻ തന്നെയാണ് രേണുവിന് രണ്ടാമത്തെ കുട്ടി ജനിച്ച ശേഷമാണ് ഡിപ്രഷൻ വന്നതെന്ന് പറഞ്ഞത്. മാത്രമല്ല, എല്ലാം കേട്ട് അടുത്തിരിക്കുന്ന രേണു ഒന്നും നിഷേധിക്കുന്നില്ല. രേണുവിന്റെ ആദ്യത്തെ കല്യാണത്തിൽ വേറെ കുട്ടിയുണ്ടോ എന്നും അറിയില്ല. അടുത്തിടെ ചോദ്യം വന്നപ്പോൾ ഒരു കല്യാണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് രേണു പറഞ്ഞത്. ശേഷം ഒരു അഭിമുഖത്തിൽ തൊട്ടും തൊടാതെയും മറുപടി പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പമെന്നാണ് രേണു ചോദിച്ചത്. എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞു നാറുന്നു. അതുപോലെ സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകൻ കിച്ചുവിനെയും രേണുവിനെയും ചേർത്ത് മോശം കമന്റുകൾ ആളുകൾ ഇടുന്നതും വീഡിയോ ചെയ്യുന്നതും താൻ കണ്ടുവെന്നും രേണു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടു. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഒരാൾ പോലും രേണുവും സുധിയുടെ മകനും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. ആരും അങ്ങനെ ചെയ്യാനും പോകുന്നില്ല. അത്രയ്ക്ക് വിവരക്കുറവുള്ള യൂട്യൂബേഴ്സ് ഇല്ല. ആരും പറയാതെ കാര്യം പറഞ്ഞുവെന്ന് പറഞ്ഞ് എന്തിന് ജനങ്ങളിലേക്ക് മിസ്ലീഡിംഗ് സാധനം ഇട്ടുകൊടുക്കുന്നു? ലൈം ലൈറ്റിൽ നിന്ന് കത്താൻ വേണ്ടി ഇത്തരം കോപ്രായങ്ങൾ കാണിക്കരുതെന്നും രേണുവിനെ വിമർശിച്ച് അതുൽ പറഞ്ഞു. അടുത്തിടെ രേണുവിന്റെ അയൽവാസിയുടെ ഒരു ഓഡിയോ ക്ലിപ്പും വൈറലായിരുന്നു. തനിക്ക് കുട്ടിക്കാലം മുതൽ രേണുവിനെ പരിചയമുണ്ടെന്നും ആദ്യ ഭർത്താവിനെ രേണു ഉപേക്ഷിച്ചതാണെന്നുമായിരുന്നു അയൽവാസിയായ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുലിനോട് രേണു മോശമായി പെരുമാറിയതായും അയൽവാസി പറയുന്നു. രേണുവിനെ എനിക്ക് 5ാം ക്ലാസ് മുതൽ അറിയാം. എന്റെ വീടിന് അടുത്താണ് താമസം. കൊല്ലം സുധിയുമായി കഴിഞ്ഞത് രേണുവിന്റെ രണ്ടാമത്തെ വിവാഹമാണ്. ആദ്യത്തെ വിവാഹത്തിലുള്ള അയാളെ രേണു ഉപേക്ഷിച്ചു പോന്നു. കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. രേണു പറയുന്നതെല്ലാം നുണയാണ്. ഏവിയേഷൻ പഠിക്കാൻ പോയിട്ട് പാതി വഴിയിൽ നിർത്തി തിരികെ പോന്നു. ആ സമയത്ത് സുധിയുമായി റിലേഷനിലായിരുന്നു. ആദ്യത്തെ വിവാഹം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ 2 ആഴ്ച തികച്ചു നിന്നില്ല. അവിടെ പണിയൊന്നും ചെയ്യുമായിരുന്നില്ല. അങ്ങനെ വഴക്കുണ്ടാക്കി പോന്നതാണ്. നാട്ടിലുള്ള മനുഷ്യർക്കൊന്നും രേണുവിനെ ഇഷ്ടമല്ല. അതുപോലെ നിന്റെ അച്ഛൻ മരിച്ചില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂ എന്ന തരത്തിലും രേണു ഒരിക്കൽ സംസാരിച്ചിരുന്നുവെന്നുമാണ് അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. സുധിയുമായി നിരന്തരം രേണു വഴക്കിടുമായിരുന്നുവെന്നും സുധിയെ വീടിന് ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേട്ടതായും മറ്റൊരു അയൽവാസിയും പറഞ്ഞിരുന്നു. വെൽഡർ ബിനു തന്നെയാണ് രേണു സുധിയുടെ ആദ്യ ഭർത്താവ്. ഞാലിയാൻകുഴിയിലുള്ളവരെല്ലാം രേണുവിന്റെ വീഡിയോ കാണാറുണ്ട്. എത്ര മൂടിവെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് നടന്നതുമെല്ലാം നാട്ടുകാർക്ക് അറിയാം. അവരൊക്കെ തന്നെയാണ് കമന്റ് ഇടുന്നതും. നാട്ടിലുള്ള ആർക്കും രേണുവിനോട് താല്പര്യമില്ല. എല്ലാവർക്കും വെറുപ്പാണ്. പക്ഷേ നാട്ടുകാരെല്ലാം സപ്പോർട്ടാണെന്നാണ് രേണു പറഞ്ഞു നടക്കുന്നത്. 35-ന് മുകളിൽ പ്രായം രേണുവിനുണ്ട്. 32 കള്ളം പറയുന്നതാണ്. ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല രേണു. സുധിയുമായി രേണു എന്നും വഴക്കായിരുന്നു. രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുധിക്ക് ഇത്രയേറെ കടം വന്നതെന്ന് തോന്നുന്നു. സുധിയെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് രേണു തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് സുധിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമടാ എന്നാണ് രേണു പറഞ്ഞത്. നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുധി മരിച്ചു. ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിന് ജോലി ചെയ്യാൻ മടിയായിരുന്നു. ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ. പിന്നീട് അവിടെ വലിയ വഴക്കായി. ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഡിവോഴ്സായി. ബിനു പിന്നീട് വേറെ വിവാഹം കഴിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു.